ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കും സാർ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന്. അപ്പൊ പലർക്കും ഇത് ലോജിസ്റ്റിക്സ് എന്നുള്ളൊരു ഫീൽഡിൽ മാത്രമാണ് അറിയുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്താണ്, ലോജിസ്റ്റിക്സ് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. സോ അത് എന്താണ് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്? അപ്പോൾ ശരിക്കും ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡിഫറൻ്റ് അല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ നേരിയ ഡിഫറൻസ് ഉണ്ട് താനും. കാരണം കുട്ടികൾ പഠിക്കാൻ നേരത്തോളം ചില അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം എന്താണ് ലോജിസ്റ്റിക്സ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്ന് കാണും, ലോജിസ്റ്റിക്സ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് കാണും. അപ്പോൾ ഇവർക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ചിലരും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പഠിച്ചാൽ മതി, ചിലരും പ്രൊക്യൂർമെൻറ്റ് പഠിച്ചാൽ മതി, ചിലർ ലോജിസ്റ്റിക്സ് പഠിച്ചാൽ മതി. പക്ഷേ ഇതെല്ലാം ശരിക്കും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ്. ഇപ്പോൾ എക്കണോമിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു കുറേ മരങ്ങൾ നിൽക്കുക, അതിലൊരു മരത്തെക്കുറിച്ച് പഠിക്കണം, അത് മൈക്രോയാണ്. അവിടെ വയ്ക്കുന്ന മരങ്ങൾ മുഴുവൻ, ആ ഫോറസ്റ്റ് മുഴുവൻ പഠിക്കണം, മാക്രോ ആണ്. എന്ന് പറഞ്ഞ പോലെയാണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ വിപുലമായ ആ ഒരു ശൃംഖലയുടെ ഒരു ഭാഗം മാത്രമാണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഈ ലോജിസ്റ്റിക്സിനകത്ത് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ആക്ടിവിറ്റീസ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ. ഇതാണ് ലോജിസ്റ്റിക്സിൽ വരുന്നത്, മെയിനായിട്ട് വരുന്നത്. പക്ഷേ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് ടു എൻഡ് കസ്റ്റമേഴ്സ് എന്നാണ് പറയുക. നമ്മൾ സോഴ്സ് ചെയ്യുന്ന ഉറവിടം മുതൽ ഒരു മെറ്റീരിയൽ, റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്യുന്ന ടൈം മുതൽ അത് പർച്ചേസ് ചെയ്ത് മാനുഫാക്ചറിങ്ങിന് വിധേയമാക്കി വെയർ ഹൗസിൽ സ്റ്റോക്ക് ചെയ്തു, പിന്നെ അത് ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് വരുന്നു, ഫൈനലി കസ്റ്റമറുടെ അടുത്ത് എത്തുന്നു. അവിടെ വരെ വരുന്ന കാര്യങ്ങളാണ് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. പിന്നെ അതിനകത്ത് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കാര്യങ്ങളും വരും. നമ്മുടെ ഡാമേജ്ഡ് കമ്മോഡിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അതെല്ലാം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വരും. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ലോജിസ്റ്റിക്സ് ഒരു പാർട്ടാണ്. പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 8-9 പ്രോസസ്സ് അങ്ങനെയുണ്ട്. അതിന് 2-3 സ്റ്റേജായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് പ്ലസ് പ്രൊക്യൂർമെൻറ്റ് പ്ലസ് പിന്നെ അത് കൂടാതെയുള്ള സോഴ്സിങ് കാര്യങ്ങൾ ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വരുന്നത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരെ വരും.